أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1069 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 17-ാമത്തെ ആയത്താണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين آمنوا والذين هادوا والصابئين والنصارى والمجوس والذين أشركوا إن الله يفصل بينهم يوم القيامة إن الله على كل شيء شهيد. ألم تر أن الله يسجد له من في السماوات ومن في الأرض والشمس والقمر والنجوم والجبال والشجر والدواب وكثير من الناس وكثير حق عليه العذاب ومن يهن الله فما له من مكرم إن الله يفعل ما يشاء. صدق الله العلي العظيم. സൂറത്തുൽ ഹജ്ജിലെ 17-18 ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. മാനവ സമൂഹത്തിന്റെ മാർഗദർശനത്തിനായിട്ട് അല്ലാഹു തെളിമയുള്ള വ്യക്തതയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് ബോധ്യപ്പെടാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ദൃഷ്ടാന്തങ്ങൾ അടങ്ങിയിട്ടുള്ള വേദഗ്രന്ഥങ്ങൾ എല്ലാ സമൂഹങ്ങളുടെയും പ്രയോജനത്തിനു വേണ്ടിയായിട്ട് അവതരിപ്പിക്കുകയുണ്ടായിട്ടുണ്ട്. ഈ വേദഗ്രന്ഥങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി ആ വേദഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജീവിതക്രമം മാതൃകയായി കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടി അല്ലാഹു എല്ലാ സമൂഹങ്ങളിലേക്കും തന്റെ ദൂതന്മാരെ നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആളുകൾ പലപ്പോഴും ഇതിനോട് സൃഷ്ടിപരമായ രീതിയിലോ ഗുണകാംക്ഷയോടോ അല്ല പ്രതികരിക്കാറുള്ളത് എന്നതാണ് ഇന്നലെ നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു കാര്യം. അല്ലാഹു പ്രവാചകന്മാർ മുഖേന കാര്യങ്ങൾ പഠിപ്പിക്കുകയും വ്യക്തമാക്കുകയും ചെയ്യുമ്പോൾ
തങ്ങളുടെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണത് എന്ന് കാണുമ്പോൾ പലരും പ്രവാചകന്മാരോട് കോപിക്കുന്നു, പ്രകോപിതരാവുന്നു, വളരെ രൂക്ഷമായ വിധത്തില് പ്രതികരിക്കുകയൊക്കെ ചെയ്യുന്നു. ഈ പ്രവാചകന്റെ കൂടെ കൂടുകയാണെങ്കിൽ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും. ഭൗതിക ജീവിതത്തിൽ തന്നെ ചില അനുകൂലമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കാണുമ്പോൾ പ്രവാചകനോടൊപ്പം ചേരുകയും അള്ളാഹു അനിവാര്യമായും ഉൾപ്പെടുത്തിയിട്ടുള്ള ചില പരീക്ഷണങ്ങളും ത്യാഗം ആവശ്യപ്പെടുന്ന ജീവിത സന്ദർഭങ്ങളും ഒക്കെ നേരിടേണ്ടി വരുമ്പോൾ അതില് അങ്ങേയറ്റത്തെ വെപ്രാളം കാണിച്ചുകൊണ്ട് ആ ദീനിന്റെ പാത തന്നെ വിട്ടുപോവുകയൊക്കെ ചെയ്യുന്ന ചില പ്രത്യേകതകൾ കാണിക്കുന്ന ചില ആളുകളുണ്ട്. അവര് ജനങ്ങളുടെ കൂട്ടത്തില് അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായത് അള്ളാഹുവിനെ ഒരു ഓരത്ത് നിന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ചിലരുണ്ട് എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. തങ്ങൾക്ക് കാറ്റ് അനുകൂലമാണെന്ന് കാണുമ്പോൾ ദീനിന്റെ കൂടെ നിൽക്കും. ദീനിന്റെ കൂടെ നിൽക്കുന്നത് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കും, ചില പ്രയാസങ്ങൾ സൃഷ്ടിക്കും, ചില പരീക്ഷണങ്ങൾക്കൊക്കെ വിധേയമാവേണ്ടി വരും എന്നത് കാണുമ്പോൾ പ്രകോപിതരാവുകയോ അത് വിട്ടേച്ചു പോവുകയോ ഒക്കെ ചെയ്യുന്ന തരം ആളുകൾ. ഇത്തരം ആളുകളോട് അല്ലാഹു നിർദ്ദേശിക്കുകയുണ്ടായത്, നിങ്ങള് ആകാശത്തിലോട്ട് അങ്ങ് കയറി ചെന്ന് ഒരു കയറോ മറ്റോ അങ്ങോട്ട് എറിഞ്ഞിട്ട് മുകളിലോട്ട് കയറി ചെന്ന് ആകാശത്തിന്റെ പെരുമാറ് കുത്തി പിളർത്തി അങ്ങ് മുകളിലേക്ക് കയറി ചെന്നു. എന്നിട്ട് നിങ്ങളുടെ വിധി നിങ്ങൾ തന്നെ തിരുത്തി എഴുത്. അത് നിങ്ങൾക്ക് പറ്റുന്ന വിധമാക്കി അതിന് പുനർരൂപകൽപ്പന നൽകി. പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ എന്നാണ് അള്ളാഹു നമ്മൾ പിന്നിട്ട ഭാഗത്ത് അത്തരം ആളുകളോട് ഒരു ആക്ഷേപത്തിന്റെ സ്വരത്തിൽ തന്നെ പറയുകയുണ്ടായി. നിങ്ങളെ പ്രകോപിപ്പിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ വിധിയിലുണ്ട് എന്നതാണല്ലോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം. എങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, ആ വിധി അങ്ങ് തിരുത്തി എഴുത്. ഒരു കയറങ്ങ് എറിഞ്ഞ് ആകാശത്തിലേക്ക് പിടിപ്പിച്ച് അങ്ങോട്ട് കയറിപ്പോ. എന്നിട്ട് ആകാശത്തിന്റെ വിധാനത്തിനെ കീറി മുറിച്ച് അകത്തേക്ക് പോയി അള്ളാഹു എവിടെ വെച്ചാണോ വിധി തീർപ്പുകളൊക്കെ നടത്തുന്നത് അവിടെ ചെന്നാൽ തിരുത്ത്, നിങ്ങൾക്ക് പറ്റുന്ന വിധമാക്ക്. ഇതാണ് അള്ളാഹു അവിടെ പറയുന്നതിന്റെ ചുരുക്കം. എന്നാൽ ഇത് ഈ അവസരം നോക്കി നിൽക്കുന്ന, തങ്ങൾക്ക് അനുകൂലമായ സാഹചര്യങ്ങളിൽ കൂടെ നിൽക്കാം, അല്ലാത്തപ്പോ അതിനെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോയിക്കളയാം എന്നൊക്കെ കരുതുന്ന തരം ആളുകളോട് അള്ളാഹു പറഞ്ഞിട്ടുള്ള, അവരെ ആക്ഷേപിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്. എന്നാൽ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടും വെളിച്ചവും വേർതിരിച്ച് കാണാൻ, ശരിയും തെറ്റും വ്യക്തമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന വിധത്തിലുള്ള ആയാത്തുകൾ തന്നെയാണ് അവൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അത് എല്ലാ കാലഘട്ടങ്ങളിലും എല്ലാ പ്രവാചകന്മാർ മുഖേനയും അള്ളാഹു നൽകിയിട്ടുള്ള മാർഗദർശനത്തിന്റെ ഭാഗമായിട്ട് അത്തരം ആയാത്തുകളുണ്ട്. ആ ആയാത്തുകൾ കാണുമ്പോൾ അത് ഉൾക്കൊള്ളാൻ അവസരം ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇരുട്ടും വെളിച്ചവും വേർതിരിച്ച് കാണാൻ അവർക്ക് കഴിയും. അതുകൊണ്ട് സത്യസന്ധതയോടുകൂടി ആത്മാർത്ഥതയോടുകൂടി നിസ്വാർത്ഥമായി കാര്യങ്ങളെ സമീപിക്കുന്ന ആർക്കും വെളിച്ചത്തിന്റെ പാത, ഹക്കിന്റെ പാത, സത്യത്തിന്റെ മാർഗം ഏത് എന്നത് തിരിച്ചറിയാൻ സാധിക്കും. അതിന് വേണ്ട സകല സംവിധാനങ്ങളും അള്ളാഹു ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരുന്ന കാര്യം. അതിനെ തുടർന്ന് അള്ളാഹു പിന്നിട്ട ചരിത്ര ഘട്ടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പ്രവാചകന്മാർ വന്നിരുന്നു, വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിരുന്നു, സത്യവും അസത്യവും വേർതിരിക്കപ്പെടുകയും
വ്യക്തതയോടുകൂടി ആവശ്യമുള്ളവർക്ക് ഹക്കിന്റെ മാർഗം മനസ്സിലാക്കി അത് പിൻപറ്റാനും, അത്തരം താല്പര്യങ്ങൾ കാണിക്കാത്തവർക്ക് ബാത്തിലിന്റെ വഴി തെരഞ്ഞെടുക്കാനും ഒക്കെ പറ്റുന്ന വിധത്തില് ചരിത്രത്തിലുടനീളം അള്ളാഹു പ്രവാചകന്മാർ മുഖേന വ്യക്തത നൽകിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് നിങ്ങളൊന്ന് ചരിത്രത്തിലൂടെ കണ്ണോടിച്ചു നോക്കും. ആളുകൾ എല്ലാവരും സത്യമാർഗത്തിലല്ല. സത്യമാർഗത്തിലായിരുന്നവര് തന്നെ പിൽക്കാലത്ത് അവരുടെ മാർഗത്തെ അബദ്ധമാർഗമാക്കി മാറ്റിയതും കാണാൻ കഴിയും. സത്യമാർഗത്തെ കളങ്കപ്പെടുത്തി അതിനെ കറപ്റ്റാക്കി അതില് പലതും കൂട്ടിച്ചേർക്കുകയും പലതും തിരുത്തി എഴുതുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവരതിനെ മറ്റൊന്നാക്കി മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചിത്രമാണ് ചരിത്രത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ മനുഷ്യന് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളില് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്ന ശ്രദ്ധേയമായ ഒരു കാര്യവും ഇതാണ്. ഇന്നല്ലദീന ആമനു, നിശ്ചയമായിട്ടും സത്യവിശ്വാസപാത സ്വീകരിച്ച ആളുകൾ, വല്ലദീന ഹാദു, യഹൂദരായവർ, വസ്സാബിഈന, സാബി വിഭാഗത്തിൽപ്പെട്ടവർ, വൻ നസാറ, നസ്രാണികൾ, വൽ മജൂസ, മജൂസ് വിഭാഗം, വല്ലദീന അശ്റഖു, ബഹുദൈവത്വത്തിന്റെ ആളുകളായിട്ട് നിലകൊള്ളുന്നവർ. ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾ. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. ഈ വ്യത്യസ്തമായ വിഭാഗങ്ങളിൽ പെടുന്ന ആളുകളെ അള്ളാഹു ഒരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കും. യൗമൽ ഖിയാമ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിലാണ്, ഖിയാമത്ത് നാളിലാണ് ഇങ്ങനെ പല പേരുകളിലായിട്ട് നിലകൊള്ളുന്ന വ്യത്യസ്ത ജനവിഭാഗങ്ങളെ, ഇവരിൽ ആരായിരുന്നു സത്യപാത പിന്തുടർന്നിരുന്നത്, ആരൊക്കെയാണ് അസത്യത്തിന്റെയും ബാത്തിലിന്റെയും വഴികളിലേക്ക് നീങ്ങിയത് എന്ന വിധത്തിൽ അള്ളാഹു ഒരു വേർതിരിവ് ഉണ്ടാക്കി കാണിക്കും. അത് പക്ഷേ ഭൗതിക ലോകത്ത് സംഭവിക്കുകയില്ല. ഭൗതിക ലോകത്ത് ഓരോരുത്തരും തങ്ങളുടെ കയ്യിൽ നൽകപ്പെട്ടിട്ടുള്ള മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് തീരുമാനിക്കണം. അതിനാണ് കിതാബും ദൂതന്മാരും ഒക്കെ അയക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദൂതന്മാരെ അയച്ചതും വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടതും ഒക്കെ മനുഷ്യന്റെ കയ്യിൽ എന്നും ഒരു മാനദണ്ഡം ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഒരളവ് പോലെ വേണം ശരിയേത് തെറ്റേത് എന്ന വിധത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ. ഈ ദുനിയാവിലേക്ക് അള്ളാഹു നിശ്ചയിച്ച സംവിധാനം അതാണ്. ഓരോരുത്തരും സ്വയം കണ്ടെത്തണം. അതിനു വേണ്ട മാനദണ്ഡം, അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ആയാത്തുകള്, ഇതൊക്കെ അള്ളാഹു ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ തീരുമാനം ഓരോരുത്തരും തന്നെ എടുക്കണം. എന്നാൽ ഇനി ഒരു നാള് വരാനുണ്ട്, അന്ന് വിധി കൽപ്പിക്കുക അള്ളാഹുവാണ്. യഫ്സിലു ബൈനഹും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളില് ഈ വ്യത്യസ്ത വിഭാഗങ്ങളിലുള്ള വ്യത്യസ്ത വിശ്വാസധാരകളിലൂടെ മുന്നോട്ട് പോയ ആളുകൾക്കിടയിൽ അള്ളാഹു ഒരു വിധി തീർപ്പ് നടത്തും, ഒരു വേർതിരിക്കൽ നടത്തും. അവരിൽ ആരായിരുന്നു സത്യപാതയിൽ ഉണ്ടായിരുന്നത്, ആരായിരുന്നു ബാത്തിലിന്റെ പാതയിൽ ഉണ്ടായിരുന്നത് എന്ന വിധത്തിൽ. അത് പക്ഷെ അന്ത്യനാൾ വരെ അള്ളാഹു ചെയ്യുകയില്ല. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ മാത്രമാണ് അത് അള്ളാഹു ചെയ്യുക. അപ്പോ നമ്മൾ ഈ പേരുകൾ, പരാമർശിക്കപ്പെട്ട പേരുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും, ഈ വിഭാഗങ്ങളൊക്കെ തന്നെ ഏതോ ഒരു ഘട്ടത്തിൽ ദൈവിക മാർഗദർശനം പിൻപറ്റിയവരായിരുന്നു, അവരുടെ പിന്മുറക്കാരാണ് എന്നാണ്. അപ്പൊ അങ്ങനെയും വേർതിരിക്കേണ്ടി വരും. ഇപ്പൊ മൂസ അലൈഹിസ്സലാമിന്റെ അനുയായികളായിട്ട് അറിയപ്പെടുന്ന ആളുകൾ, മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലഘട്ടം തൊട്ട് ഏത് കാലം വരെയാണ് അവർ സത്യപാതയിൽ ഉണ്ടായിരുന്നത്? എവിടെ വെച്ചാണ് അവർക്ക് വഴി പിഴയ്ക്കുകയുണ്ടായത് എന്ന വിധത്തിൽ ഒരു വേർതിരിവ് നടത്തേണ്ടി വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയ ആളുകളുടെ കൂട്ടത്തിൽ ആരൊക്കെയാണ് ജീവിതാന്ത്യം വരെ ആ സത്യപാതയിൽ നിലകൊണ്ടത്? എവിടെയൊക്കെ അവർ കാലിടറി, എവിടെയൊക്കെ അവർ വഴിപിഴച്ചു എന്നതും
തീരുമാനിക്കപ്പെടുന്നത് യൗമുൽ ഖിയാമയിൽ തന്നെയാണ്. എല്ലാ പ്രവാചകന്മാരുടെയും പിന്മുറക്കാര് പല വിധത്തിലുള്ള വഴികേടുകളിലേക്ക് പോയിട്ടുണ്ട്. എല്ലാ പ്രവാചക സമൂഹങ്ങളും പ്രവാചകന്മാരുടെ പിന്മുറക്കാരായ സമൂഹങ്ങളിലും അവരെ വഴികേടിലേക്ക് കൊണ്ടുപോകുന്ന പല പ്രവണതകളും പല സ്വാധീനങ്ങളും ഉണ്ടായിട്ടുണ്ട്. അവരെവിടെ വെച്ചാണ് വഴി പിരിഞ്ഞത്, വഴികേടിലേക്ക് നീങ്ങിയത് എന്നതൊക്കെ തന്നെ ഈ ഭൗതിക ലോകത്ത് നമുക്ക് തീരുമാനിക്കാൻ അള്ളാഹു ചില മാനദണ്ഡങ്ങൾ നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും അതിന്റെ അടിസ്ഥാനത്തിൽ യൗമുൽ ഖിയാമ വരെ സ്വയം തീരുമാനിക്കാം, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ജീവിതാന്ത്യം വരെ തീരുമാനിക്കാം. ശരിയേത് തെറ്റേത്, ആരൊക്കെ എവിടെയൊക്കെ വെച്ച് വഴി പഴിച്ചു പോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ട മാനദണ്ഡം, അതിനു വേണ്ട മാർഗദർശനം നമ്മുടെ മുന്നിലുണ്ട്. ഇതാണ് അള്ളാഹു പറയുന്നത്, ആയാത്തും ബയ്യിനാത്ത്. പക്ഷെ ഒരു നാള് വരാനുണ്ട്, അന്ന് വേർതിരിക്കൽ അള്ളാഹുവാണ് ചെയ്യുക. ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും യൗമൽ ഖിയാമ. അന്ത്യനാളിൽ അള്ളാഹു നിശ്ചയമായിട്ടും ഇവർക്കിടയിൽ വേർതിരിവുണ്ടാക്കും. അവരെ വേർതിരിക്കും, അവരെ കാറ്റഗറൈസ് ചെയ്യും. ആരായിരുന്നു പൂർണ്ണമായും വഴിപഴിച്ചവര്, ആരാണ് ഭാഗികമായി വഴിവെച്ചവര്, ആരാണ് സത്യമാർഗം ഭാഗികമായിട്ട് പിൻപറ്റിയിരുന്നത്, ആരാണ് സത്യമാർഗം അതിൽ യാതൊരു ഡൈല്യൂഷനും വരുത്താതെ പിന്തുടരാൻ സന്നദ്ധരായത്, തുടങ്ങിയ വിധത്തില് ഇവർക്കിടയിൽ ഒരു വേർതിരിക്കൽ, ഒരു കാറ്റഗറൈസേഷൻ അള്ളാഹു നിർവഹിക്കും അന്ത്യനാളിൽ എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ കാര്യം പ്രസ്താവിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് അള്ളാഹു പിന്നിട്ട കാലത്തെ അല്ലെങ്കിൽ സമകാലിക ലോകത്ത് തന്നെ നിലനിൽക്കുന്ന ചില വിഭാഗങ്ങളെ ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്നല്ലദീന ആമനു. ആരാണ് ഈ ഇന്നല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ? അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ വിശ്വാസം ഉൾക്കൊണ്ട ആളുകൾ, വിശ്വാസപാതയിൽ സഞ്ചരിച്ച ആളുകൾ, സത്യവിശ്വാസികൾ. എല്ലാ പ്രവാചകന്മാരുടെയും അവരെ സത്യസന്ധമായി പിൻപറ്റിയ അനുയായികൾ, അതിൽ യാതൊരു വെള്ളം ചേർക്കലും ചെയ്യാതെ, അതിൽ ഏറ്റക്കുറവുകൾ വരുത്താതെ പ്രവാചകന്മാരുടെ ജീവിതപാത അനുധാവനം ചെയ്യാൻ സന്നദ്ധരായ ആളുകളാണ് സത്യവിശ്വാസികൾ. അവരാ പാത വിട്ടു പോകുന്നതോടുകൂടി അവർക്ക് ആ സമുദായത്തിന്റെ പേരൊക്കെ ഉണ്ടാകും, പക്ഷെ അവര് സത്യവിശ്വാസികളാവുകയില്ല. അപ്പോ ഇന്നല്ലദീന ആമനു എന്ന് പറയുമ്പോ ഈ അല്ലദീന ആമനു എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് സത്യവിശ്വാസ പാതയിലുള്ള ആളുകളെ. നേരത്തെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു ഓരത്ത് നിന്നുകൊണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ, അവരും ഈ ഗണത്തിൽ തന്നെയാണുള്ളത്. പ്രത്യക്ഷത്തിൽ അവരിലും ഒരു കാറ്റഗറൈസേഷൻ പിന്നീട് നിർവഹിക്കപ്പെടുന്നതാണ്. പക്ഷെ അവരും ഈ അല്ലദീന ആമനു എന്ന വിഭാഗത്തിൽ പെടുന്നവരാണ്. അപ്പൊ സത്യവിശ്വാസ മാർഗത്തിലുള്ള ആളുകൾ, അവരിൽ വിശ്വാസപരമായ ഏറ്റക്കുറവുകള്, മൂല്യവ്യത്യാസം, ഗുണപരമായ വ്യത്യാസമൊക്കെ ഉണ്ടാകും. പ്രവാചകന്മാരെ പിൻപറ്റിയ അനുയായികൾ, സാങ്കേതികമായിട്ട് ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിലേക്ക് നടത്തുന്ന ഒരു സൂചനയാണ്. പക്ഷേ അതില് പരിമിതമല്ല. എല്ലാ കാലഘട്ടങ്ങളിലെയും എല്ലാ പ്രവാചകന്മാരെയും പിൻപറ്റിയ ആളുകൾ അറിയപ്പെട്ടിരുന്നത് അല്ലദീന ആമനു, മുഅ്മിനുകൾ, സത്യവിശ്വാസ മാർഗം അവലംബിച്ചവർ എന്ന നിലക്കാണ്. അതിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ മുന്നോട്ട് വെക്കുന്ന വളരെ ഖണ്ഡിതമായ ആശയത്തിന്റെ ഭാഗമാണ്. എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികൾ സത്യവിശ്വാസികൾ തന്നെയാണ്. പിൽക്കാലത്ത് അവരൊരു സമുദായത്തിന്റെ പേരൊക്കെയായി മാറി ആ വിശ്വാസപാതയിൽ നിന്ന് അകന്നു പോകുമ്പോ ആ പേരിന് അവർ അർഹരല്ല. അതുകൊണ്ട് പിന്നീട് അവര് വേറെ ചില പേരുകളിലാണ് അറിയപ്പെടുകയുണ്ടായത്. അപ്പൊ അല്ലദീന ആമനു എന്നത് ഈ ആയത്ത് അവതരിപ്പിക്കപ്പെടുന്ന ഘട്ടത്തില് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാത പിൻപറ്റാൻ സന്നദ്ധരായി രംഗത്ത് വന്ന വിശ്വാസികളിലേക്കാണ് പ്രത്യക്ഷത്തിൽ സൂചന നൽകുന്നത് എങ്കിൽ,
ചരിത്രപരമായി വിലയിരുത്തുമ്പോൾ എല്ലാ പ്രവാചകന്മാരുടെയും അനുയായികളും സത്യസന്ധമായി അവരെ പിൻപറ്റാൻ സന്നദ്ധരായ ആളുകളൊക്കെയും തന്നെ ആ ഗണത്തിൽ പെടും. തുടർന്ന് വല്ലദീന ഹാദു, യഹൂദരായവർ എന്നാണ് പറയുന്നത്. വല്ലദീന ഹാദു ക്രിയാരൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. യഹൂദരായവർ അല്ലദീന ഹാദു എന്ന് പറഞ്ഞാല് അല്ലദീന ആമനു എന്ന പോലെ തന്നെയുള്ള ഒരു ക്രിയാരൂപമാണത്. അപ്പോ യഹൂദ പാത പിൻപറ്റിയവർ എന്നാണ് ഇതിന്റെ സൂചന. അവിടെ തന്നെ ഒരു വ്യതിചലനമുണ്ട്. പലപ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളായ ബനു ഇസ്രായേൽ സമൂഹത്തിലെ ബനു ഇസ്രായേൽ സമൂഹം അവരെല്ലാവരും യഹൂദരാണ് എന്നാണ്. അങ്ങനെയല്ല. ബനു ഇസ്രായേൽ സമൂഹം മുഅ്മിനുകളായിരുന്നു. അവര് മുഅ്മിനുകൾ എന്ന സ്റ്റേറ്റസ് നഷ്ടപ്പെട്ടവരായി മറ്റൊരു ദിശയിലേക്ക് സഞ്ചരിച്ചപ്പോഴാണ് അവര് യഹൂദായി മാറുന്നത്. ഇന്നല്ലദീന ഹാദു എന്ന വിവരണത്തിന് അർഹതയുള്ളവരായി മാറും. വിശ്വാസപരമായ വ്യതിചലനങ്ങളാണ് ഈ പേരുമാറ്റത്തിന്റെ കൃത്യമായ സൂചന. അള്ളാഹു ഒരു പ്രവാചകന്റെ സമൂഹത്തെയും ഇങ്ങനെയുള്ള പേരിട്ട് വിളിച്ചിട്ടില്ല. അത് അവര് സ്വീകരിച്ച പേരാണ്. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ പല സംഘടനകളുടെയും ആളുകളായിട്ട് നടക്കുന്നവരുണ്ടല്ലോ. ആ പേരൊന്നും അള്ളാഹു കൊടുത്ത പേരല്ല. എല്ലാ വിശ്വാസപാതയിലുള്ള സകലർക്കും അള്ളാഹു കൊടുത്ത പേര് അല്ലദീന ആമനു, അതുപോലെ മുഅ്മിനൂൻ എന്നതും പൊതുവായിട്ട് മുസ്ലിമൂൻ എന്ന വാക്കുമാണ് അവരെ പരാമർശിക്കുവാൻ അള്ളാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ബാക്കി പേരുകളോ പലപ്പോഴും വിവാഹ പരസ്യങ്ങളിലാണ് ഇത്തരം പേരുകൾക്ക് ഒരു പ്രാധാന്യമുള്ളത്. സുന്നി കുടുംബം, അല്ലെങ്കിൽ ഷിയ കുടുംബം, സലഫി കുടുംബം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പ്രയോഗം. ഈ പ്രയോഗങ്ങളിലൊന്നും ഒരു കഥയില്ല. സത്യവിശ്വാസം മാർഗം പിൻപറ്റുന്നവര് ഹഖിന്റെ പാതയിലാണ്. അവരുടെ പേര് അല്ലദീന ആമനു എന്നതോ മുഅ്മിനുകൾ എന്നോ മുസ്ലിങ്ങൾ എന്നോ ഒക്കെയാണ്. അതല്ലാത്ത പേരുകളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒരു സൗകര്യത്തിന് വേണ്ടി ഉണ്ടായതാണ് തുടക്കത്തിൽ. ഒരു കൂട്ടായ്മയുടെ പേരിൽ കൈകോർക്കാൻ ഒരു മേൽവിലാസം വേണം എന്നുള്ള നിലക്കൊക്കെ. പക്ഷെ അത് എല്ലാ കാലത്തും അത് പേറിക്കൊണ്ട് നടക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഒരു ഐഡന്റിറ്റി അല്ല സത്യവിശ്വാസികൾക്ക് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഹുവ സമ്മാക്കും അൽ മുസ്ലിമീൻ, അവൻ നിങ്ങളെ വിളിച്ച പേര് മുസ്ലിമീൻ എന്നാണ്. മിൻ ഖബ്ലു വഫീ ഹാദ, നേരത്തെ പിന്നിട്ട സമൂഹങ്ങളിൽ വിളിച്ചത് ആ പേരാണ്. ഈ വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങളിലൂടെയും വിവരിച്ചിട്ടുള്ളത് ആ പേര് നൽകിക്കൊണ്ടാണ്. ഇതാണ് അള്ളാഹു ഒരിടത്ത് വ്യക്തമാക്കുന്ന കാര്യം. അപ്പൊ വല്ലദീന ഹാദു, യഹൂദരായവർ. യഹൂദരായവർ എന്നതുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് മൂസ അലൈഹിസ്സലാമിന്റെ ആ സത്യമാർഗത്തിൽ നിന്ന് ചില വ്യതിചലനങ്ങളൊക്കെ ഉണ്ടായി അവര് ഒരു പാരമ്പര്യ മതം കൊണ്ട് നടന്നിരുന്ന വിധത്തിലേക്ക് പരിവർത്തിതരായ ഘട്ടം മുതലുള്ള ആളുകളാണ്. അതുവരെയുള്ളവർക്ക് ഈ പേരല്ല. വസ്വാബിഈന, വേറൊരു വിഭാഗത്തെ കുറിച്ച് അള്ളാഹു പരാമർശിക്കുകയാണ്. സാബികൾ എന്ന് പറഞ്ഞാല് പൗരാണികമായ ഒരു സമൂഹമാണ്. രണ്ടു വിധത്തിലാണ് ഈ സാബികളെ പരിചയപ്പെടുത്തപ്പെടാറുള്ളത്. ഒന്ന്, ഇറാഖിന് വെളിയിലുള്ള ജസീറത്തിലൊക്കെ താമസിച്ചിരുന്ന ഒരു വിഭാഗം. അവര് യഹ്യ അലൈഹിസ്സലാമിന്റെയും അതുപോലെ യഹ്യ അലൈഹിസ്സലാമിന്റെ അനുയായികളായിട്ട് അതിന്റെ പേരിൽ അഭിമാനം കൊണ്ടിരുന്ന ആളുകളാണ്. ഇറാഖ് ഭൂപ്രദേശത്തിന് വെളിയിലായിട്ട് ജസീറത്തുൽ അറബ് പ്രദേശത്ത് ജീവിച്ചിരുന്ന ഒരു വിഭാഗം എന്ന നിലക്കാണ് ഒരു പരാമർശം കാണുക. മറ്റൊന്ന്, രണ്ടാമത്തെ ഒരു വിശദീകരണം അനുസരിച്ച് ഇവര് ഷീദി അലൈഹിസ്സലാം അതുപോലെ ഇദ്രീസ് അലൈഹിസ്സലാം എന്നീ രണ്ട് പ്രവാചകന്മാരുമായിട്ട് തങ്ങളുടെ പൈതൃകം ബന്ധിപ്പിച്ച് പറയുന്ന ആളുകൾ. ഇവര് ഹറാൻ പ്രദേശത്ത്
അധിവസിച്ചിരുന്ന ആളുകളാണ്. ഇറാഖിന്റെ പല ഭാഗങ്ങളിലും ഒക്കെയായിട്ടാണ് ഇവര് ജീവിച്ചിരുന്നത്. തത്വശാസ്ത്രം, കല, വൈദ്യശാസ്ത്രം, ഇത്തരം മേഖലകളിലൊക്കെ വലിയ മുന്നേറ്റം നേടാൻ സാധിച്ചിട്ടുണ്ടായിരുന്ന ആളുകൾ. ഇവര് ഗോളങ്ങള് ഈ ഭൂമിയിലെ ധാതുക്കളെയും അതുപോലെ രാസപദാർത്ഥങ്ങളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് വിശ്വസിച്ചിരുന്നവരും ഗോളങ്ങളെ നിയന്ത്രിക്കുന്നത് ദേവതകളാണ് എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്. വിശ്വാസപരമായി ഏകദൈവ വിശ്വാസ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയ ആളുകളാണ് ഈ രണ്ട് വിശദീകരണ പ്രകാരവും സാബികൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. യഥാർത്ഥത്തില് ഭാരതത്തിലേക്ക് വന്നിട്ടുള്ള മധ്യേഷ്യയിൽ നിന്ന് വന്ന ആര്യ സമൂഹം പിൽക്കാലത്ത് ഇവിടെ ഹിന്ദുത്വത്തിന്റെ ആളുകളൊക്കെ ആയി മാറിയ വിഭാഗങ്ങളൊക്കെ ഈ സാബി മത വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് എന്നത് ചരിത്രപരമായി നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഇവരിലുണ്ടായിരുന്ന പല വിശ്വാസപരമായ രീതികളും ആചാരങ്ങളും പ്രവണതകളും ഒക്കെ ഈ സ്വാബി വിഭാഗക്കാരോടാണ് വളരെ ചേർന്ന് കിടക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ ഒരു സാധ്യത നമുക്ക് കാണുന്നുണ്ട്. ഏതായാലും സ്വാബി വിഭാഗം, അങ്ങനെ സ്വാബി വിഭാഗം എന്ന പേരിൽ അറിയപ്പെടുന്നവർ, വൻ നസാറ, അതുപോലെ നസാറാക്കൾ, നസറാണികൾ. ഫലസ്തീനിലെ ഒരു സ്ഥലമാണ് നസറത്ത്. നാസിരിയ എന്നാണ് അറബിയിൽ പറയുക. മിക്കവാറും എല്ലാ അറബ് നാടുകളിലും നാസിരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്. അത് ഈ പേരിന്ന് വന്നതാണ്. ഫലസ്തീനിലെ നസറത്താണ് അല്ലെങ്കിൽ നാസിരിയത്താണ് ഈ പേരിന്റെ ഉത്ഭവം. ഈസ അലൈഹി ഇസ്ലാമിന്റെ അനുയായികളെയാണ് അവര് ഈസ അലൈഹി ഇസ്ലാമിന്റെ സന്ദേശത്തിൽ നിന്ന് വ്യതിചലിച്ചവരായി മാറിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഈ പേര് അവർക്ക് വന്നു ചേരുന്നത്. അതുവരെ അവര് അല്ലദീന ആമനു എന്ന വിഭാഗത്തിൽ തന്നെ പെടുന്നവരാണ്. അപ്പോ വ്യത്യസ്തമായ ഒരു പേര് വരുന്നത് വ്യത്യസ്തത ഉണ്ടാകുമ്പോഴാണ്. ഏതോ വിധത്തിലുള്ള ഒരു വ്യത്യസ്തതയോ വ്യതിരിക്തതയോ ഒരു വേർതിരിവോ ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് മറ്റൊരു പേര് വന്നു ചേരുന്നത്. അതാണ് അതിന്റെ യുക്തി. അപ്പോ അല്ലദീന ഹാദു വസ്വാബിഈന വന്നസാറ, അതുപോലെ വൽ മജൂസ്, മജൂസ് എന്ന വേറൊരു വിഭാഗം ഇവിടെ പരാമർശിക്കപ്പെടുകയാണ്. പൗരാണിക പേർഷ്യയിൽ ജീവിച്ചിരുന്ന അഗ്നിയെയും അതുപോലെ ഇരുട്ടിനെയും വെളിച്ചത്തിനെയും രണ്ട് ദിവ്യശക്തികളായിട്ട് അല്ലെങ്കിൽ ദേവന്മാരായിട്ട് കണ്ടിരുന്ന ഒരു സമൂഹം. വലിയ സാംസ്കാരികമായ മുന്നേറ്റമൊക്കെ ഉണ്ടായിരുന്ന, നാഗരികമായ മുന്നേറ്റമൊക്കെ നേടാൻ കഴിഞ്ഞിരുന്ന ഒരു സമൂഹമായിരുന്നു അവർ. വിശ്വാസപരമായ വലിയ പതനവും അവർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇനി ഇസ്ലാമിന്റെ ആഗമനത്തോടു കൂടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം അങ്ങോട്ടൊക്കെ എത്തി സൈനികമായിട്ട് അവർ കീഴടക്കപ്പെടുകയൊക്കെ ചെയ്തതിനെ തുടർന്ന് ഈ മജൂസ് എന്ന വിഭാഗം ഇല്ലാതെയാവുകയാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലുമായിട്ട് വളരെ കുറഞ്ഞ ആളുകൾ ഇപ്പോഴും ആ പാതയിൽ ഉണ്ടാവും. അഗ്നി ആരാധകരാണ്. അതുപോലെ വെളിച്ചം, ഇരുട്ട്, ഇത് രണ്ട് ദേവന്മാരായിട്ടാണ് അവര് പരിഗണിക്കുന്നത്. ഇങ്ങനെ പല പ്രത്യേകതകളും അവർക്ക് ഉണ്ടായിരുന്നു. അവരുടെയും പൂർവിക കാലം പരിശോധിക്കുമ്പോൾ അവരും ഏതോ കാലഘട്ടത്തിലെ പ്രവാചകന്മാരുടെ ആയിരുന്ന ആളുകളാണ്. ആ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയതാണ് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പരാമർശിക്കുന്ന വല്ലദീന അശ്റകു, മുശ്രിക്കുകളായവർ, ബഹുത്വത്തിന്റെ ആളുകളായവർ, ബഹുദൈവാരാധകർ. മുഖ്യമായിട്ടും ഈ ആയത്ത് അഭിസംബോധന ചെയ്യുന്ന മക്കയിലെ അതുപോലെ ജസീറത്തുൽ അറബിലെ ചുറ്റുപാടുമായുള്ള ആളുകൾ. അവര് ക്രൈസ്തവരോ യഹൂദരോ അതല്ലാത്ത ഇവിടെ പരാമർശിക്കപ്പെട്ട പേരിൽ അറിയപ്പെടുന്നവരോ അല്ലാത്തവരൊക്കെ തന്നെ
ഈ വിധത്തിൽ മുശ്രിക്കുകൾ എന്ന പേരിലാണ്, ബഹുദൈവ ആരാധകർ എന്ന പേരിലാണ് അറിയപ്പെടുകയുണ്ടായത്. ബഹുദൈവ ആരാധകരും വളരെ പൗരാണികമായ കാലത്ത് ഏതോ ഒരു പ്രവാചകനുമായി ബന്ധമുള്ളവരായിരുന്നു എന്നത് ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയും. മക്കയിലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൗത്യം നിർവഹിക്കാൻ രംഗത്ത് വരുന്ന കാലത്തുണ്ടായിരുന്ന ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇസ്മായിൽ അലൈഹി ഇസ്ലാമിന്റെയും അദ്ദേഹത്തിന്റെ പിതാവ് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെയും ജീവിത പാതയിൽ ഉണ്ടായിരുന്ന ആളുകളുടെ പിന്മുറക്കാരാണ്. പക്ഷെ അവര് വഴി പിഴച്ച് മറ്റൊരു ദിശയിലേക്ക് ജീവിത പ്രയാണം നടത്തിയ ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഏകദൈവ വിശ്വാസം എന്നത് ഒരു അലങ്കാരമായിട്ട് പോലും കൂടെ ഇല്ലാത്തവർ. യഹൂദരും ക്രൈസ്തവരും അങ്ങനെയല്ല. അവര് പ്രത്യക്ഷത്തിലെ ഏകദൈവ വിശ്വാസം ഉയർത്തിപ്പിടിക്കുന്നവരായിട്ട് കാണാം. പക്ഷെ അവരംഗീകരിക്കുകയില്ലെങ്കിലും അവര് പല നിലക്കും ബഹുത്വത്തിന്റെ ആളുകളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നും അങ്ങനെയാണ് എന്നതാണ് വസ്തുത. പക്ഷെ അവര് മുശ്രിക്കുകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന, ബഹുത്വത്തിന്റെ ആളുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവരെ പോലെയല്ല, അവരിൽ നിന്ന് വ്യത്യസ്തരാണ്. ഈ അല്ലദീന അഷ്റഖു എന്ന വിഭാഗത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന, അല്ലെങ്കിൽ അതിന്റെ പൗരാണിക അറേബ്യയിൽ ഉണ്ടായിരുന്ന അത്തരം ആളുകളെക്കാൾ ബഹുദൈവത്വത്തിന്റെ ആളുകളായിട്ട് നമുക്ക് സഹസ്രാബ്ദങ്ങളായിട്ട് ഇന്ത്യയിലുള്ള ആളുകളെ കാണാൻ സാധിക്കും. ഭാരതീയ സമൂഹം വളരെ പൗരാണികമായ കാലം തൊട്ടേ ഈ ബഹുത്വത്തിന്റെ ആളുകളായിട്ടാണ് കാണുന്നത്. ഇന്ത്യയിലേക്കുള്ള ആര്യാധിനിവേശത്തിന്റെ ആ കാലഘട്ടം മുതൽ ഈ മധ്യപൗരസ്ത്യ ഭൂപ്രദേശത്ത് നിന്ന് ഇങ്ങോട്ടെത്തിയ ആളുകളുടെ വിശ്വാസപരമായ വ്യതിചലനം, അതിന് പുതിയ ഭാവനയും അതുപോലെ കൽപ്പിതമായ സൃഷ്ടിപരതയും ഒക്കെ വെച്ചുകൊണ്ട് പല പല രൂപങ്ങളും പല രീതികളും ഒക്കെ ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടുള്ള ഒരു മതരൂപമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് ഈ വിഭാഗങ്ങൾക്കിടയിൽ എന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ അള്ളാഹു പ്രവാചകന്മാർ മുഖേനയുള്ള മാർഗദർശനം വളരെ മനുഷ്യ സമൂഹത്തിന്റെ തുടക്കം മുതൽ തന്നെ എല്ലാ ഘട്ടങ്ങളിലും എല്ലാ സമൂഹങ്ങളിലുമായി നൽകിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് മനുഷ്യരിലേറെയും ഇങ്ങനെയൊക്കെയാണുള്ളത്. അല്ലദീന ആമനു എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം, അല്ലദീന ഹാദു എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം, അസ്വാബിഈൻ എന്ന് വിളിക്കാവുന്ന ഒരു വിഭാഗം, അന്നസാറ എന്ന് വിളിക്കാവുന്ന മറ്റൊരു വിഭാഗം, അൽ മജൂസ് എന്ന് വിളിക്കാവുന്നവര്, അതുപോലെ വല്ലദീന അഷ്റഖു, മുശ്രിക്കുകൾ എന്ന് പ്രത്യക്ഷത്തിൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്ന തരത്തിലുള്ള ബഹുദൈവത്വത്തിന്റെ ആളുകൾ. ഇങ്ങനെ വിവിധ വിഭാഗങ്ങളായിട്ട് അവർ മാറിയിട്ടുള്ളത് ഒരിക്കലും തന്നെ അവരുടെ പൂർവിക വിശ്വാസം അതായിരുന്നത് കൊണ്ടല്ല, അവര് പ്രവാചകന്മാരുടെ പാതയിൽ നിന്ന് വ്യതിചലിച്ചു പോയത് കൊണ്ടാണ്. ഇവരുടെ കാര്യത്തിൽ ഇന്നല്ലാഹ യഫ്സിലു ബൈനഹും, ഇവർക്കിടയിൽ അള്ളാഹു ഒരു വേർതിരിക്കല് നടത്തും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദ്, എല്ലാറ്റിനും സാക്ഷിയായിട്ട് അള്ളാഹു ഉണ്ടായിരുന്നു. അള്ളാഹു എല്ലാറ്റിനും സാക്ഷിയായിരുന്നു തീർച്ചയായിട്ടും എന്നാണ് ഇവിടെ പറയുന്നത്. ചരിത്രത്തിലുടനീളം നടന്ന സംഭവ വികാസങ്ങളുടെ ഒരേ ഒരു സാക്ഷി അള്ളാഹുവാണ്. അള്ളാഹുവിന് അറിയാം ആരൊക്കെ എവിടൊക്കെ വെച്ച് എങ്ങോട്ടൊക്കെ നീങ്ങി, എന്തൊക്കെ വ്യതിചലനങ്ങൾ അവർ സ്വീകരിച്ചു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അള്ളാഹുവിനോട് കള്ളം പറയാൻ ആർക്കും സാധ്യമല്ല. ഇന്നല്ലാഹ അലാ കുല്ലി ശൈഇൻ ഷഹീദ്, എല്ലാറ്റിനും തീർച്ചയായിട്ടും സാക്ഷിയാകുന്നു അള്ളാഹു. അതുകൊണ്ട് ഇങ്ങനെ വ്യത്യസ്ത ലേബലുകളിൽ അറിയപ്പെടുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ഗുണപരമായ ചില മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിവ് ഉണ്ടാക്കാൻ, അവരെ വേർതിരിച്ച് നിർത്താൻ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രയാസവുമില്ല. ആരൊക്കെ എവിടെയൊക്കെ വെച്ച് മാർഗഭ്രംശം സംഭവിച്ചവരായി മാറി എന്ന വിധത്തിൽ അള്ളാഹു
ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ എല്ലാവരെയും വേർതിരിക്കുന്നതാണ്. തുടർന്നുള്ള ആയത്ത് വിശദീകരിക്കാൻ എന്ന സമയം കിട്ടുമെന്ന് തോന്നുന്നില്ല. ഇൻഷാ അല്ലാഹ് നമുക്ക് അത് നാളെ വിശദീകരിക്കാം. ഈ രണ്ടാമത്തെ ആയത്ത്, 18-ാമത്തെ ആയത്ത് തിലാവത്തിന്റെ സുജൂദ് നിർബന്ധമായ ഒരു ആയത്താണ്. അതുകൊണ്ട് സാധിക്കുന്നവരൊക്കെയും തന്നെ സുജൂദ് നിർവഹിക്കുക. നമ്മളത് കേൾക്കുകയും പാരായണം ചെയ്യുകയൊക്കെ ചെയ്തല്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഹിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.